ഹായ്, ഞാൻ മുസ്തഫ ജമാൽ വെട്ടം. നമ്മുടെ ബഹുമാന്യനായ സഖാവ് പിണറായി വിജയൻ കേരളത്തോട് നടത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ആ പ്രഖ്യാപനം എന്തായിരുന്നു? നമ്മളെല്ലാവരും കേട്ടതാണ്. ദരിദ്രതയില്ലാത്ത കേരളം. ഇനി ആരും ഈ കേരളത്തിൽ ദരിദ്രനായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ വീടില്ലാത്തവരായിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടോ ഇനി ഒരിക്കലും ആരും ഞാൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ, ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ ഒരു നാട്ടിൽ ഇനി ഒരിക്കലും അത്തരം ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച തൊട്ട് ദിവസമാണ് ഈ തൻ്റെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ അവിടെ മാറ്റിവെച്ചുകൊണ്ട് താൻ ആരാധിക്കുന്ന ആരാധന പുരുഷനായ പിണറായി വിജയന് വേണ്ടി ഈ അബു അരീക്കോട് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്, ഇനി കേരളത്തിൽ ഒരിക്കലും ദരിദ്രർ ഉണ്ടാവില്ല എന്ന്. സാമ്പത്തികമായി പ്രയാസമുള്ള ആരും ഇനി ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന്. ആരെ വിശ്വസിച്ചിട്ട്? താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പാർട്ടിയെ വിശ്വസിച്ചിട്ട്, താൻ ഏറ്റവും കൂടുതൽ ആരാധന പുരുഷനായി കണ്ട പിണറായി വിജയനെ വിശ്വസിച്ച്. പക്ഷേ തൻ്റെ വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി എന്നല്ലാതെ അതൊന്ന് പങ്കുവെക്കുവാൻ കൂടെയുള്ള ഒരു സഖാവിനോടും അവന് മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒന്ന് എനിക്ക് പറയാൻ പറ്റും, നീ ഒരു ലീഗുകാരനായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ നിൻ്റെ പ്രയാസങ്ങളിൽ പങ്കുചേരാനുണ്ടായിരുന്നു. ഏതായാലും അവനിട്ട ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഒന്നും സാധ്യമാകാത്തത് ഈ കേരളത്തിൽ സാധ്യമായിരിക്കുന്നു. അതിദരിദ്രരില്ലാത്ത നാടായി ഈ കേരളം മാറിയിരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിൽ ഇല്ല. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ ലഭ്യമാകാത്ത ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിൽ ഇല്ല. ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട, ഏറ്റവും അടിത്തട്ടിൽപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ്, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ്. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീടും സ്ഥലവും നൽകി, വീടില്ലാത്തവർക്ക് വീട് നൽകി, അടച്ചുറപ്പുള്ള വീടില്ലാത്ത മനുഷ്യർക്ക് അത് സാധ്യമാക്കി, ചികിത്സ ആവശ്യമുണ്ടായിരുന്ന മനുഷ്യർക്ക് അത് സാധ്യമാക്കി, എന്തിന് അടിസ്ഥാനമായ രേഖകൾ പോലും ഇല്ലാതിരുന്ന മനുഷ്യർക്ക് അത്തരം രേഖകളെല്ലാം സാധ്യമാക്കി. ഏറ്റവും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി